99 പേര് റബ്ബിനുള്ളതാ. അസ്മാഉൽ ഹുസ്ന ഹദീസിൽ വന്നതാ. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേരുണ്ട്. ആ പേര് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്തു തരും. ഏതാണ് ആ ഇസ്മ, എങ്ങനെയാണ് ആ ഇസ്മ ചെല്ലേണ്ടത്, എപ്പോഴാണ് ഇസ്മ ചെല്ലേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പഠിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിന്റെ അവസാനം ആ ഇസ്മ അല്പം ചൊല്ലി നമ്മൾക്ക് എല്ലാവർക്കും ദുആ ചെയ്യണം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാലിയൽ ഹാജാത്. اللهم ادفع بلياتنا يا دافع البليات. اللهم اقض حاجاتنا يا قاضي الحاجات. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് നമ്മളെ ചാനലിൽ നമ്മളെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ പല ദുഃഖങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ മജ്ലിസിൽ ഇരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ. അല്ലാഹുവേ, ശാന്തിയും സമാധാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥാ. ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ പങ്കെടുക്കുന്ന ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടിയും മജ്ലിസിന്റെ അവസാനം ദുആ ചെയ്യണം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വളരെ ക്ഷമയോടുകൂടെ ഇരിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മൾക്കൊക്കെ ഉപകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 പേരുണ്ട് എന്ന് നമ്മൾക്കറിയാം. അതിന് പറയുന്ന പേര് അറബിയിൽ അസ്മാഉൽ ഹുസ്ന എന്നുള്ളതാണ്. മഹാനായ തഅവ ഉസ്താദ് പറഞ്ഞു, 99 പേര് റബ്ബിനുള്ളതാ. അസ്മാഉൽ ഹുസ്ന ഹദീസിൽ വന്നതാ. 99 പേര് അല്ലാഹുവിനുണ്ട്. അതിന്റെ പേര് അസ്മാഉൽ ഹുസ്ന എന്നാണ്. ആ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യുന്നതാണ്. അല്ലാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങൾ പ്രവാചകൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 99 പേര് റബ്ബിനുണ്ടെങ്കിൽ ആ 99 പേരും പവറുള്ള പേരാണ്. ഓരോ പേരിനും അതിൻ്റെതായ മഹത്വക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ 99 പേരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ്, അത്ഭുതകരമായ ഒരു പേരാണ് യാ സലാം. സലാം എന്ന് പറയുന്ന പേര്, ഈ സലാം എന്ന് പറയുന്ന പേരിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. സലാം എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം രക്ഷകനായ അല്ലാഹുവേ, എല്ലാ ആപൽഘട്ടങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും എല്ലാ ബുദ്ധിമുട്ടിന്റെ സമയത്തും രക്ഷകനായ അല്ലാഹുവേ എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ആരും ചോദിച്ചു നടക്കേണ്ടതില്ല, അതിന്റെ അർത്ഥം അങ്ങനെയാണ്. ഈ ഇസ്മിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും പറയേണ്ടതാണ് ഈ ഇസ്മ.
ശരിക്കും മനസ്സിലാക്കണം. യാ സലാം എന്നുള്ള അള്ളാഹുവിന്റെ സലാം എന്നുള്ള പേര് ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എന്നും ഒഴിയേണ്ടതാണ്, എന്നും പറയേണ്ടതാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 24 പ്രാവശ്യം അള്ളാഹുവിന്റെ സലാം എന്ന് പറയുന്ന പേരിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഇസ്മിന്റെ മഹത്വം എത്രയാണ്, ആ പേരിന്റെ മഹത്വം എത്രയാണ്. പരസ്പരം നമ്മൾ മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് സലാം എന്ന് പറയുന്ന പേര് പറയണം. അസ്സലാമു അലൈക്കും, അത് അള്ളാഹുവിന്റെ പേരാണ്. അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ്. അപ്പൊ നമ്മളെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സമയത്ത് സലാം പറയണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യയോട് സലാം പറയണം, ഉമ്മയോട് സലാം പറയണം, ഭർത്താവിനോട് സലാം പറയണം, കൂട്ടുകാരോട് സലാം പറയണം, മുസ്ലിമീങ്ങളായ സഹോദരന്മാരോട് സലാം പറയണം. അങ്ങനെ സലാം പറയുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന പേര് സലാം അള്ളാഹുവിന്റെ പേരാണ്. അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്ക്, നിസ്കാരത്തിന്റെ ശേഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തുടങ്ങിയ ദിക്ർ. അതിലും പറയുന്നത് അസ്സലാം അള്ളാഹുവിന്റെ പേരാണ്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ അൻതസ്സലാം, നീയാണ് രക്ഷകൻ. എല്ലാ പ്രയാസഘട്ടങ്ങളിലും, എല്ലാ ബുദ്ധിമുട്ടിന്റെ അവസരത്തിലും, എല്ലാ ദുഃഖമുള്ള സമയത്തും ഞങ്ങളെ രക്ഷിക്കുന്നവൻ നീയാണ് അല്ലാഹ്. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് എല്ലാ രക്ഷയും ഞങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലാഹ് എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ആകയാൽ പറഞ്ഞു വന്നത്, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ പേരാണ് യാ സലാം. സലാം എന്ന് പറയുന്ന പേര്, അല്ലാഹുവേ ഈ സലാം എന്ന് പറയുന്ന പേരിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈർ നൽകണേ റഹ്മാനെ. മഹാന്മാര് പറയാണ്, ഒരു രോഗിയായ ആളുടെ അടുക്കൽ ചെന്ന് 121 പ്രാവശ്യം യാ സലാമു യാ അല്ലാ, യാ സലാമു യാ അല്ലാ, യാ സലാമു യാ അല്ലാ എന്ന് പറഞ്ഞ് മന്ത്രി ചോദിക്കഴിഞ്ഞാൽ അവന്റെ രോഗം ശിഫയാകുമെന്നുള്ളതാണ്. അവന്റെ രോഗം ശിഫയാകുമെന്നുള്ളതാണ്. ഒരു രോഗിയുടെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലൊക്കെ പറയല്ല, അവിടെയും ഇവിടെയും മരിച്ച വർത്താനല്ല രോഗിയുടെ അടുത്തേക്ക് പോയി പറയാം. അതല്ലെങ്കിൽ മറ്റോൻക്ക് ക്യാൻസർ ഉണ്ടായി, നിന്റെ അതേ അസുഖം ഉണ്ടായിട്ടാണ് എടി ഓള് മരണപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് രോഗിയെ ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ ടെൻഷനാക്കും, പേടിപ്പിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഉണ്ടാവരുത്. രോഗിയുടെ അടുക്കൽ ചെന്നാൽ സമാധാനത്തിന്റെ വാക്ക് പറയാ. ഒന്നും പറയാനില്ലെങ്കിൽ രോഗിക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് അവിടുന്ന് വേഗം സ്ഥലം കാലിയാക്കുക. ഈ പറഞ്ഞ ദിക്റുകളൊക്കെ ചൊല്ലി ഖുർആൻ ഓതി മന്ത്രി ചോദി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ രോഗിയുടെ അടുക്കൽ ചെന്നാൽ 121 പ്രാവശ്യം യാ സലാമു യാ അല്ലാ എന്ന് ചൊല്ലി മന്ത്രി ചോദിയാൽ ആ രോഗിയുടെ രോഗം ശിഫയാകും. ഇനി നമ്മൾക്ക് തന്നെ രോഗം ഉണ്ടെങ്കിൽ യാ സലാമു യാ അല്ലാ എന്ന് 121 പ്രാവശ്യം ചൊല്ലിക്കോ എന്ന് ശരീരത്തിൽ ഒന്ന് മന്ത്രി ചോദി കൊടുക്ക, രോഗത്തിന് ശമനം ഉണ്ടാവും. ഇനി അങ്ങനെ ആ രോഗി ആ രോഗത്തിൽ കടന്ന് മരിച്ചു കഴിഞ്ഞാൽ നല്ല സമാധാനത്തോടെ മരിക്കാൻ കഴിയും, റാഹത്തോടെ മരിക്കാൻ കഴിയുമെന്ന് ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ 1000 തവണ ഒരാള് യാ സലാമു യാ അല്ലാ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര പ്രാവശ്യ? 1000 പ്രാവശ്യം. 1000 പ്രാവശ്യം ഒരാൾ യാ സലാമു യാ അല്ലാ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നാം തന്നെ അറിയാതെ ഒരുപാട് ഉപകാരങ്ങൾ അല്ലാഹു നമ്മളെ ജീവിതത്തിൽ ചെയ്തു തരുമെന്നുള്ളതാണ്. അത്രയും പവർഫുള്ളാണ് യാ സലാമു യാ അല്ലാ എന്ന് പറയുന്ന പേര്. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കുമെന്നുള്ളതാണ്. അപകടങ്ങളെ തൊട്ട്, എത്രയോ അപകടങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ദിവസം എത്ര ആക്സിഡന്റുകളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല. നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്നു, പത്രത്തിലൊക്കെ കാണുന്നുണ്ട്. എത്ര സുബ്ഹാനല്ലാഹ് ആക്സിഡന്റുകളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അങ്ങനത്തെ അപകടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമെന്നുള്ളതാണ്. അള്ളാഹുവെ, ഞങ്ങളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ ഒരാളുടെ ചതിയിലും നമ്മൾ പെടൂല എന്നുള്ളതാണ്. നമ്മളെ മജ്ലിസിൽ തന്നെ ഒരുപാട് ആളുകൾ ഉസ്താദെ വിശ്വസിച്ചുകൊണ്ട് 21 പവൻ സ്വർണ്ണം ഒരാൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല. 19 പവൻ സ്വർണ്ണം ഒരാൾക്ക് കൊടുത്തിട്ട് അതിന്റെ അഡ്രസ് ഇല്ല. 5 ലക്ഷം കടം കൊടുത്തിട്ട് അയാളെ പിന്നെ കാണാൻ തന്നെ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ എത്രയോ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരം ചതികളിലൊന്നും
പ്രയാസങ്ങളിലൊന്നും നമ്മൾ പെടാതിരിക്കണമെങ്കിൽ എന്നും ചൊല്ലിക്കോ യാ സലാമു യാ അല്ലാ, യാ സലാമു യാ അല്ലാ, യാ സലാമു യാ അല്ലാ എന്നുള്ളതാണ്. അതുപോലെ തന്നെ എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും, എത്രയോ പ്രയാസമുള്ള ആളുകൾ നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും, എത്ര വലിയ സങ്കടമുണ്ടെങ്കിലും, എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും ഇൻഷാ അല്ലാ യാ സലാമു യാ അല്ലാ എന്ന് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ആ പ്രയാസങ്ങളൊക്കെ മാറ്റി ശാന്തിയും സന്തോഷവും സമാധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളെ മക്കൾക്ക് എപ്പോഴും യാ സലാമു യാ അല്ലാ എന്ന് ചൊല്ലി മന്ത്രിച്ചു കൊടുക്കണം. നമ്മളെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ യാ സലാമു യാ അല്ലാ എന്നൊരു 11 പ്രാവശ്യമെങ്കിലും ചൊല്ലി അവരെ തലയിൽ മന്ത്രിച്ചു കൊടുക്കുക. മദ്രസയിലേക്ക് പോകുമ്പോൾ യാ സലാമു യാ അല്ലാ എന്ന് കുട്ടികൾക്ക് മന്ത്രിച്ചൂതി കൊടുത്താൽ മക്കൾ ഒരിക്കലും തെറ്റിലേക്ക് പോകൂല. മക്കൾ ഒരിക്കലും കാട്ടാളത്തിന്റെ കരാള ഹസ്തങ്ങളിൽ അകപ്പെടുകയില്ല എന്നുള്ളതാണ്. നമ്മളെ മക്കൾ നല്ല മക്കളായി തീരും. മക്കൾക്ക് മോശമായ കൂട്ടുകെട്ട് ഉണ്ടാവൂല, മക്കൾക്ക് ദുസ്വഭാവം ഉണ്ടാവൂല. നമ്മൾ പറഞ്ഞതൊക്കെ മക്കൾ അനുസരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് മക്കളുടെ തലയിൽ യാ സലാമു യാ അല്ലാ, ഞാനൊരു കണക്ക് പറഞ്ഞതാണ് 11 എന്നുള്ളത്. നിങ്ങൾക്ക് 33 ചെല്ലാൻ പറ്റുമോ? ചൊല്ലിക്കോളി, എന്നിട്ട് മന്ത്രിച്ചൂതോളിയും. 100 ആണോ? നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ. 1000 ആണോ? മന്ത്രിച്ചൂതാൻ പറ്റുമോ? മന്ത്രിച്ചൂതി കൊടുത്തോളിയും. അത്രയും പവർഫുൾ ആണ് യാ സലാമു യാ അല്ലാ എന്നുള്ളത്. അതുപോലെ തന്നെ കടമെന്ന് പറയുന്ന വിഷയം ഒരുപാട് ആളുകൾ പറയുന്ന വിഷമമാണ്. ഒരുപാട് കടങ്ങൾ വിടാൻ നമ്മൾ ഒരുപാട് ദിക്റുകളും സലാത്തുകളും ഈ മജ്ലിസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് ദിക്ർ കൊണ്ടാണ്, ഏത് സലാത്ത് കൊണ്ടാണ്, ഏത് മജ്ലിസ് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയാൻ പറ്റൂല. കേൾക്കുന്നതൊക്കെ ചെല്ലന്നെ, എന്തായാലും അത് ഉപകരിക്കും. ജീവിതത്തിലെങ്കിലും ആഖിറത്തിലെങ്കിലും നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പ്രതിഫലം നൽകാതിരിക്കില്ല. അതുകൊണ്ട് എത്ര വലിയ കടമുണ്ടെങ്കിലും അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അല്ലാ എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ചൊല്ലിക്കോ യാ സലാമു യാ അല്ലാ, യാ സലാമു യാ അല്ലാ, യാ സലാമു യാ അല്ലാ. ജോലിക്ക് പോകുന്ന സമയത്ത് രക്ഷ വേണം, ചൊല്ലിക്കോളൂ യാ സലാമു യാ അല്ലാ, യാ സലാമു യാ അല്ലാ. വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലിക്കോളൂ യാ സലാമു യാ അല്ലാ. അല്ലാഹുവിന്റെ രക്ഷ നമ്മൾക്ക് ഉണ്ടാകും. അല്ലാഹുവിന്റെ രക്ഷ നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സന്തോഷം നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാ ആ ഇസ്മ അല്പം ചൊല്ലി നമ്മൾക്ക് ദുആ ചെയ്യാം. എൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലണം. യാ സലാമു യാ അല്ലാ, 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 യാ സലാമു യാ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ചൊല്ലിയ നിന്റെ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടി തരണേ റഹ്മാനെ. ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ വീട്ടി കൊടുക്കണേ നാഥാ. സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കടം കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട്, വീട് ജപ്തിയുടെ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. കാക്കണേ റഹ്മാനെ, വീട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല വീട് നൽകണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങളെ ജോലിയിലൊക്കെ ഖൈറും ബറക്കത്തും നൽകണേ പടച്ചവനെ. ഞങ്ങളെ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും മനസ്സമാധാനവും നൽകണേ റഹ്മാനെ. ഞങ്ങളെ വല്ലുപ്പമാര് അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാ. വല്ലുമ്മമാർക്ക് ഖൈറും സന്തോഷവും നൽകണേ അല്ലാ. ഞങ്ങളെ ജ്യേഷ്ഠനിയന്മാര് ഏട്ടത്തിമാര് ജ്യേഷ്ഠത്തിമാര് അവരെ മക്കൾക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളെ കുടുംബക്കാർക്ക് സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളെ അയൽവാസികൾക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ റഹ്മാനെ. കല്യാണപ്രായമെത്തിയവൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവം നന്നാക്കണേ അല്ലാ. സ്നേഹമുള്ള സന്തോഷം നൽകുന്ന നല്ല മക്കളാക്കണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. മരണപ്പെട്ടുപോടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗമാക്കണേ അല്ലാ. റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. പടച്ചവരെ ഭർത്താക്കന്മാരെ ദുസ്വഭാവം ഭാര്യമാരെ ദുസ്വഭാവം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ആരൊക്കെ ഈ മജ്ലിസിൽ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുവോ അതെല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. പടച്ചവനെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട്, പൂർണ്ണ ശിഫ നൽകണേ റഹ്മാനെ. ആയുരാരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. സിഹ്ർ കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാ. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. അസൂയാലുക്കളെ അസൂയകളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ, നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾക്കും മരണപ്പെട്ടു പോയ ഞങ്ങളെ വല്ലുമ്മമാര് മാതാപിതാക്കളുണ്ട്, ബന്ധപ്പെട്ടവരുണ്ട്, എല്ലാവർക്കും സ്വർഗലോകത്ത് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് രോഗികൾ ഹോസ്പിറ്റലുണ്ട്. സാധുവായ എൻ്റെ മൂത്താപ്പ ഹോസ്പിറ്റലിലുണ്ട്. പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ആയുരാരോഗ്യം നൽകണേ അല്ലാ. നല്ല നിലക്ക് ആരോഗ്യത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളിവിടെ ചൊല്ലിയതൊക്കെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ പാപങ്ങൾ പുറത്തരണേ അല്ലാ. സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.